മൂക്ക്, തൊണ്ട, ചിലപ്പോൾ ശ്വാസകോശം എന്നിവയെ ബാധിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഫ്ലൂ അഥവാ പകർച്ചനി. ഇതിന് ശ്വസന വ്യവസ്ഥയുടെ ലഘുവായതു മുതൽ തീവ്രമായ നിലയിലുള്ളതുവരെയുള്ള രോഗത്തിന് കാരണമാകുന്നതിന് കഴിയും. ഇന്ത്യയിൽ ഇപ്പോൾ ഫ്ലൂ, പനി എന്നിവ വർദ്ധിതമായിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. പട്ന, പൂനെ, തമിഴ്നാട്, ബംഗളൂരു എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ശ്വാസകോശ നാള അണുബാധകൾ, വൈറൽ അണുബാധകൾ, ജലദോഷം, ആസ്ത്മ തുടങ്ങിയവയും ഡെങ്കിപ്പനി പോലും അധികരിച്ചിട്ടുണ്ട്. കാലാവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകളും താപനിലയിലെ പെട്ടെന്നുള്ള വ്യതിയാനവുമാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ചൂടുള്ള ദിവസങ്ങളും തണുത്ത സായാഹ്നങ്ങളും ചേർന്ന് പനി പടരുന്നതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഒരുക്കിയതായാണ് തോന്നുന്നത്. ഇത് പകർച്ചനി ബാധിച്ച വ്യക്തികളുടെ സംഖ്യയിൽ 40% വർധനവുണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഫ്ലൂ പോലെയുള്ള രോഗലക്ഷണങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ കാണപ്പെടുന്നുവെങ്കിലും 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും വാർദ്ധക്യത്തിലെത്തിയവരിലുമാണ് അത് കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നത്. അസുഖം മൂലം ഡോക്ടറെ സമീപിക്കുന്ന കുട്ടികളിൽ 3 പേർക്കും പരിശോധനയിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അണുബാധയുള്ളതായി കാണിക്കുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു. പകർച്ചനിയുടെ പ്രധാന ലക്ഷണങ്ങൾ തൊണ്ടവേദന, ഉപരിശ്വാസനാള അണുബാധകൾ, ചുമ, കടുത്ത പനി, ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ന്യൂമോണിയയുടെ രോഗലക്ഷണങ്ങൾ. ഈ പകർച്ചനി പടരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ: ഇടയ്ക്കിടെ കൈ കഴുകുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കൈമുട്ടുകൊണ്ട് വായ മൂടുക, തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, രോഗം ബാധിച്ച വ്യക്തിയുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക, പതിവായി മാസ്ക് ധരിക്കുക. മേൽപ്പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി നിർബന്ധമായും ബന്ധപ്പെടുക.